ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെറ്റ് സുവോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇനി സെറ്റ് എക്സാമിന് വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരു 20-25 ദിവസങ്ങൾക്കകം എന്ത് വരും? സെറ്റ് എക്സാം വരും അല്ലേ. ഇപ്പോൾ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം ശരിയായ ട്രാക്കിലല്ല എങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇത്രയും വലിയൊരു വാസ്റ്റ് ടോപ്പിക്ക് നമുക്ക് എങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാം, അതിനുള്ള ട്രിക്കുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്നത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്മാർട്ട് റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിക്കാത്ത ഓരോ മൊഡ്യൂൾസും 1 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റിയാൽ അത് നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടാണ്. ഈ ഓരോ ലൈവുകളും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഒരു ഫുൾ ടോപ്പിക്കിൻ്റെ റിവിഷനാണ്. ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങൾ ഒട്ടും പഠിക്കാത്ത പോർഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ചിലപ്പോൾ നമ്മൾ പറയുന്ന സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് എക്സാംസും ഈ കഴിഞ്ഞു പോയ പല സെറ്റ് എക്സാമിലും നമ്മൾ കണ്ടതാണ് അല്ലേ. ഞങ്ങളുടെ പല കുട്ടികളും പറയുന്ന റിവ്യൂസിൽ, ടീച്ചറെ ഞങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ ആ ലൈവ് കൊണ്ട് മാത്രം ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തവരാണ് എന്നാണ് അല്ലേ. ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയിട്ടുള്ളതും ഞങ്ങളുടെ ഈ ലാസ്റ്റ് സെക്ഷനിൽ നടക്കുന്ന ഈ സ്മാർട്ട് റിവിഷൻ ലൈവ് ക്ലാസ്സുകളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇനിയുള്ള സമയങ്ങൾ, ഇനി പഠിക്കണോ വേണ്ടയോ, ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊന്നും തീരുമാനിക്കാനുള്ള സമയവുമില്ല, സാവകാശവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തോളുക, പഠിക്കുക. ഈ പറയുന്ന ഈ 25 ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ 25 ക്ലാസ്സിൽ ഇപ്പം നമുക്ക് 8 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. ആ 8 മൊഡ്യൂൾസ് ഓരോ വീക്കിൽ വെച്ചും നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് തരുന്ന 7 ലൈവുകൾ ഉണ്ടാവും. ആ 7 ലൈവുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം പോർഷൻസ് കവർ ചെയ്യും. പിന്നീട് അടുത്ത ലൈവ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? അന്ന് പഠിക്കാൻ വിട്ടുപോയ ഭാഗങ്ങൾ ഒന്നുകൂടി പഠിക്കാനുള്ള സമയമാണ് അല്ലേ. അപ്പോൾ മാക്സിമം ടൈം നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു, റിവൈസും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സെറ്റ് എക്സാമിന് പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് എക്സാമിൻ്റെ ഓഫറോട് കൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 30% ഓഫറുണ്ട്. ഇത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫറാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ പഠനവും നടക്കും, അധികം കാശും ചിലവാക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ സ്കെൽട്ടൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. First question, which of the following ions is responsible for unmasking of active binding sites on action for forming cross bridge during muscle contraction? Muscle contractionന്റെ സമയത്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന അയോൺസ് ഏത് എന്നാണ് ചോദ്യം അല്ലേ. നമുക്കറിയാം മസിൽ കോൺട്രാക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആക്റ്റിൻ ഫിലമെന്റ്സിനെ എഫ് ആക്റ്റിനെ കവർ ചെയ്തുകൊണ്ട് ആരും ഉണ്ടാവും? ട്രോപ്പോമയോസിൻ ഉണ്ടാവും അല്ലെ. ഈ ട്രോപ്പോമയോസിൻ കവർ ചെയ്തിരിക്കുന്നത് എഫ് ആക്റ്റിനിൽ വന്ന് മയോസിൻ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റിനെയാണ് ട്രോപ്പോമയോസിൻ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അൺമാസ്കിങ് നടക്കണമെങ്കിൽ ആരെ മാറ്റണം? ആദ്യം ഈ ട്രോപ്പോമയോസിനെ അവിടെ നിന്ന് മാറ്റണം. ആ ട്രോപ്പോമയോസിനെ മാറ്റണമെങ്കിൽ ഏത് പ്രോട്ടീൻ സഹായിക്കണം? ട്രോപ്പോണിൻ സഹായിക്കണം. ട്രോപ്പോണിനെ അത് സഹായിക്കണമെങ്കിൽ ട്രോപ്പോണിൽ ആര് വന്ന് ബൈൻഡ് ചെയ്യണം? കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്യണം. എപ്പോഴാണോ ഒരു കാൽഷ്യം അയോൺസ് ട്രോപ്പോണിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്, അവിടെ ഒരു കൺഫർമേഷൻ ചേഞ്ച് നടക്കും. ആ കൺഫർമേഷൻ ചേഞ്ചിന്റെ ഫലമായിട്ട് ട്രോപ്പോമയോസിനെ ആര് റിമൂവ് ചെയ്യും? ഈ ട്രോപ്പോമയോണിൻ റിമൂവ് ചെയ്യും. എവിടെ നിന്ന് റിമൂവ് ചെയ്യും? മയോസിൻ ബൈൻഡിങ്, ആ എഫ് ആക്ടിനിന്റെ മയോസിൻ ബൈൻഡിങ് സൈറ്റിൽ നിന്നും ഈ ട്രോപ്പോമയോസിനെ റിമൂവ് ചെയ്യും. എന്ത് വിസിബിൾ ആകും? മയോസിൻ ബൈൻഡിങ് സൈറ്റ് വിസിബിൾ ആകും. അപ്പോൾ അതിന് സഹായിക്കുന്ന അയോൺസ് ഏത് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് സഹായിക്കുന്ന അയോൺസിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? കാൽഷ്യമാണ് അതിന് സഹായിക്കുന്ന എൻ അയോൺസ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ലൈഡിംഗ് തിയറി സ്റ്റേറ്റ് ദാറ്റ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ് ഷോർട്ടൻ ആൻഡ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. ഓപ്ഷൻ ബി, when myosin slides past each other, shortening of actin filaments occur. Option C, when myofibril slide past each other, shortening of myosin filaments occur. Option D, actin and myosin filament do not shorten, they only slide പാസ്റ്റ് ഈച്ച് അതർ. എന്ന് വെച്ചാൽ നമുക്കറിയാം സ്ലൈഡിംഗ് മൂവ്മെന്റ് തിയറി പറയുന്നത് ആക്റ്റിനോ മയോസിനോ ഈ 2 ബാൻഡുകളും എന്ത് ചെയ്യുന്നില്ല? ചുരുങ്ങുകയോ ഷോർട്ടനിങ് ചെയ്യുകയോ സംഭവിക്കുന്നില്ല അല്ലെ. അല്ലെങ്കിൽ ചുരുങ്ങുക അല്ലെങ്കിൽ ഷോർട്ടനിങ് സംഭവിക്കുകയോ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യും? ഒന്നിന്റെ മുകളിലൂടെ തെന്നി നീങ്ങുമ്പോഴാണ് എന്ത് നടക്കുന്നത്? മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് എന്ന പറയുന്ന തിയറിയാണ് ഏത് തിയറി? ഈ സ്ലൈഡിംഗ് മൂവ്മെന്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷനകത്ത് മുമ്പ് പറഞ്ഞ അല്ലെങ്കിൽ ആ ആദ്യത്തെ
മൂന്ന് ഓപ്ഷനകത്തും ഇവ ഷോർട്ടൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആക്ച്വലി ഈ ആക്റ്റിൻ ഫിലമെന്റോ മയോസിൻ ഫിലമെന്റിനോ എന്തെങ്കിലും ഷോർട്ടേജ് സംഭവിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവയുടെ നീളം കുറയുന്നുണ്ടോ? ഒന്നിലും നീളം കുറയുന്നില്ല. അങ്ങനെ നീളം കുറയാതെ അവ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് തെന്നി നീങ്ങുന്നു എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓപ്ഷൻ ഡി ആണ്. ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ് ഡു നോട്ട് ഷോർട്ടൺ ബട്ട് വൺ വിൽ ബി പാസ് അക്രോസ് ദി അതർ, അല്ലെങ്കിൽ വൺ വിൽ ബി സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ സ്ലൈഡിംഗ് മൂവ്മെന്റ് തിയറി എന്താ പറയുന്നത്? ആക്റ്റിനോ അല്ലെങ്കിൽ ഒരു മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ രണ്ട് ഫിലമെന്റുകൾക്കും, ആക്റ്റിൻ ഫിലമെന്റിനോ മയോസിൻ ഫിലമെന്റിനോ എന്ത് സംഭവിക്കില്ല? ഷോർട്ടനിങ് സംഭവിക്കില്ല. പകരം ഒന്നിന്റെ മുകളിലൂടെ തെന്നി നീങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്. ഇനി ഏത് വർഷമാണ് ഈ സ്ലൈഡിംഗ് മൂവ്മെന്റ് തിയറി പാസ്സാക്കിയതെന്ന് ചോദിക്കാം. 1954 ഹക്സ്ലി ആൻഡ് ഹാൻസൺ ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്ത വ്യക്തി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരുന്നോണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷോസ് ATPase ആക്ടിവിറ്റി ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ? മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് ATPase ആക്ടിവിറ്റി കാണിക്കുന്ന പ്രോട്ടീൻ ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആക്റ്റിൻ, ഓപ്ഷൻ ബി ട്രോപ്പോമയോസിൻ, ഓപ്ഷൻ സി ട്രോപ്പോണിൻ, ഓപ്ഷൻ ഡി മയോസിൻ. ഇതിനകത്ത് നമുക്കറിയാം മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത്, ഇല്ലെങ്കിൽ മസിൽ കോൺട്രാക്ട് ചെയ്യാത്ത ഏത് സമയത്തായാലും ആക്റ്റിനകത്ത് 3 പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ. ഗ്ലോബുലാർ പ്രോട്ടീൻസുകൾ ഗ്ലോബുലാർ ആക്റ്റിൻ കൂടി ചേർന്ന എഫ് ആക്ടിനുണ്ട്. ആ എഫ് ആക്ടിനെ കവർ ചെയ്തുകൊണ്ട് ട്രോപ്പോമയോസിൻ ഉണ്ട്. ട്രോപ്പോമയോസിന്റെ കറക്റ്റ് ഇന്റർവെല്ലിൽ കാണുന്ന മറ്റൊരു പ്രോട്ടീൻ, അതിനെ നമ്മൾ നിന്ന് വിളിക്കും ട്രോപ്പോണിൻ എന്ന് വിളിക്കും. ഇങ്ങനെ 3 പ്രോട്ടീൻസ് കൂടി ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ആക്റ്റിൻ ഫിലമെന്റ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ ആക്റ്റീവ് ഫിലമെന്റിൽ എങ്ങും ഒരു ATP വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഇല്ല അല്ലേ. അങ്ങനെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നില്ല. അതേസമയം മയോസിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, എന്താ പഠിക്കുക? ഇതിനകത്ത് 2 സൈറ്റുകളുണ്ട്. ഒന്ന് ATP വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ്, ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. ഒന്ന് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്. ഇവിടെയാണ് എന്ത് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? ATP വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആ ATP വന്ന് ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിനെയാണ് നമ്മളെന്ന് വിളിക്കുക ATPase എന്ന് പറയുന്നത്. ATP എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ATPase എൻസൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? മയോസിൻ ഹെഡാണ് കേട്ടോ. മയോസിൻ ഹെഡിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ATPase ആക്ടിവിറ്റി കാണുന്ന അല്ലെങ്കിൽ ATPase ആക്ടിവിറ്റി ഉള്ള സൈറ്റ് എന്ന് പറയുന്നത് മയോസിനാണ്. മയോസിനിൽ എവിടെയാണ്? മയോസിൻ ഹെഡിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ATPase ആക്ടിവിറ്റി കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, sarcomere is option A the part between the two Z lines, the part between two I bands, option C the part between two A lines, option D the part between two H lines. സാർക്കോമിയർ അല്ലെ, ഒരു മസിൽ കോൺട്രാക്ഷന്റെ ഒരു ഫങ്ഷനിങ് യൂണിറ്റിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് പറയുന്നത്. സാർക്കോമിയറിനകത്ത് പല ബാൻഡുകളുണ്ട്. അവിടെ I ബാൻഡുകളുണ്ട്, A ബാൻഡുകളുണ്ട്, M ബാൻഡുണ്ട്, H സോൺ ഉണ്ട്. അങ്ങനെ പല ബാൻഡുകളും കൂടി ചേരുമ്പോഴാണ് ഒരു മസിൽ കോൺട്രാക്ഷന്റെ ഫങ്ഷൻ യൂണിറ്റ് ഫോം ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു സാർക്കോമിയർ എന്ന് പറയുന്നത് ഏതെല്ലാം ബാൻഡിന്റെ ഇടയ്ക്കുള്ള സ്ഥലം എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 2 തൊട്ടടുത്തടുത്തുള്ള Z ലൈനിന്റെ ഇടയ്ക്ക് വരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സാർക്കോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ സാർക്കോമിയർ എന്ന് പറയുന്നത് എന്തിനിടയ്ക്ക് വരുന്ന സ്ഥലമാണ്? 2 Z ലൈൻസിന് ഇടയ്ക്ക് വരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക സാർക്കോമിയർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഈസ് എ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ഓഫ് മസിൽസ്, മയോസിൻ, ട്യൂബുലിൻ, ട്രോപ്പോമയോസിൻ, ഓൾ ഓഫ് ദി അബോവ്. ദിസ് ഈസ് ദ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ഓഫ് ദി മസിൽസ്. ഈ പറഞ്ഞവയെല്ലാം എന്തിൽ വരുന്നവയാണ്? കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആണ്. അതായത് ഈ പറഞ്ഞവയെല്ലാം ഒരു മസിൽ കോൺട്രാക്ഷന്റെ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആണ്. ഇതെല്ലാം മയോസിൻ, ട്യൂബുലിൻ ആയാലും ട്രോപ്പോമയോസിൻ ആയാലും ട്രോപ്പോണിൻ ആയാലും ആക്റ്റിനിൻ ആയാലും ഇവയെല്ലാം എന്തിൽ വരും? കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസിൽ വരുന്നവയാണ്. Next question, which of the following is a functional unit of striated muscles? Myofibril, cross-bridge, Z-band, sarcomere. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ്. ഒരു മസിൽ കോൺട്രാക്ഷനിലെ ഏറ്റവും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് 2 Z സോണുകൾക്കിടയിലുള്ള സ്ഥലമാണ് അല്ലെ. 2 Z സോണുകൾക്കിടയിലുള്ള സ്ഥലത്തിന് നമ്മൾ എന്ന് വിളിക്കാം സാർക്കോമിയർ എന്ന്. ഒരിക്കലും Z ബാൻഡ് അല്ല വരിക, 2 Z സോണുകൾക്കിടയിലുള്ള സ്ഥലത്തിനെയാണ് പറയാം. ആ സ്ഥലത്തിന് എന്തെന്ന് വിളിക്കാം? സാർക്കോമിയർ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ,
When actin filaments are dragged towards some line, it is known as. When actin filaments are dragged towards some line, അതായത് രണ്ട് തിൻ ഫിലമെന്റ്സ് എം ലൈനിലോട്ട് ഡ്രാഗ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ആ കയറുന്ന അല്ലെങ്കിൽ അങ്ങനെ കയറുന്ന ആ തെന്നി മാറുന്ന അല്ലെങ്കിൽ തെന്നി കയറുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. റിക്കവറി സ്ട്രോക്ക്, റിഫ്രാക്ടറി സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, നൺ ഓഫ് ദി അബോവ്. അങ്ങനെ ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ ആ തള്ളിക്കയറ്റത്തിന് നമ്മൾ പറയുന്ന പേര് പവർ സ്ട്രോക്ക് എന്നാണ് കേട്ടോ. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് ആക്റ്റിൻ ഫിലമെന്റ്സ് ഒന്നിനോ അല്ലെങ്കിൽ ആ മയോസിൻ ഹെഡിന്റെ മുകളിലോട്ട് തെന്നി കയറുന്ന അല്ലെങ്കിൽ രണ്ട് ആ എം ലൈനിലോട്ട് തള്ളിക്കയറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? പവർ സ്ട്രോക്ക് എന്ന് നമ്മൾ പറയും. ഇതാണ് പവർ സ്ട്രോക്ക്. ഇല്ലെങ്കിൽ ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷന്റെ സ്റ്റെപ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഒരു കാൽഷ്യം വരും. കാൽഷ്യം വരുന്ന ട്രോപ്പോണിനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ട്രോപ്പോമയോസിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യും? മയോസിൻ ഹെഡ് ആക്റ്റിനുമായി കൂടിച്ചേർന്ന് ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ആ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്ന ആ പവർ സ്ട്രോക്ക് ടൈമിൽ എന്ത് ചെയ്യും? ഈ മയോസിൻ ഹെഡ് ബെൻഡ്സ് ആൻഡ് ADP ആൻഡ് ഫോസ്ഫേറ്റ്. അങ്ങനെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ATP എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും? ADPയും ഫോസ്ഫേറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? അവിടെ ആ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. പിന്നീട് എന്ത് ചെയ്യും? പുതിയൊരു മോളിക്യൂൾസ് ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യും? ഈ രണ്ടും തെന്നി നീങ്ങി ട്രോപ്പോസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മയോസിൻ്റെ മുകളിലാണ് ആരുള്ളത്? ഈ ആക്റ്റീവ് ഫിലമെൻ്റ് ഉള്ളത്. അങ്ങനെ പതുക്കെ തെന്നി നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മയോസിൻ ഹെഡ് അല്ലെങ്കിൽ ഒരു മയോസിൻ ഹെഡ് ഒരു ആക്റ്റിൻ്റെ മയോസിൻ ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യും? പുതിയൊരു ATP വന്ന് എവിടെ ബൈൻഡ് ചെയ്യും? ഈ മയോസിൻ്റെ ATP ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യും. എന്ത് സംഭവിക്കും? ആ മയോസിൻ ഹെഡ് എവിടെ നിന്ന് വിട്ടുപോരും? ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിൽ അല്ലെങ്കിൽ ആക്റ്റിനകത്തെ മയോസിൻ ബൈൻഡിങ് സൈറ്റിൽ നിന്നോ വിട്ടുപോരും. പിന്നെ എന്ത് ചെയ്യും? ഈ ATP പിന്നെ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞിട്ട് ATP ADP ആയിട്ട് മാറും. പിന്നെ എന്ത് ചെയ്യും? ആ കിട്ടുന്ന എനർജി ഉപയോഗിച്ച് പിന്നെയും ഈ മയോസിൻ എവിടെ പോയി ബൈൻഡ് ചെയ്യും? ആക്റ്റിൻ്റെ മയോസിൻ ബൈൻഡിങ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ഇങ്ങനെയാണ് എന്ത് നടക്കുക? ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അക്യുമുലേഷൻ ഓഫ് ഡാഷ് കോസസ് മസിൽ ഫാറ്റിക്. Accumulation of dash causes muscle fatigue. Lactic acid, myosin ATPase, carbon dioxide, none of the above. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ മൂലമാണ് എന്ത് നടക്കുക? നമ്മുടെ മസിൽസിന് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ദീസ് ആർ അബൌട്ട് മസിൽ കോൺട്രാക്ഷൻ. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിട്ടില്ല. വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ സ്മാർട്ട് റിവിഷൻ ക്ലാസ്സിലോട്ട് CCയുടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.